ലവ് റിലേഷൻഷിപ്പിൽ മെസ്സേജസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു ബന്ധം അത് ലവ് റിലേഷൻഷിപ്പായാലും ഫ്രണ്ട്ഷിപ്പായാലും സ്റ്റോപ്പ് ആകാൻ പോവുകയാണ് എന്നുള്ളത് ആ മെസ്സേജസിൽ നമ്മൾക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ലോങ് മെസ്സേജ് അവർക്ക് അയക്കുകയാണെങ്കിൽ അതിനവർ ചുരുങ്ങിയ തോതിലാണ് മറുപടി പറയുന്നത്. ഒന്നല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മളോട് പറയുന്നത് എങ്കിൽ അവർക്ക് നമ്മളെ മടുത്തു കഴിഞ്ഞു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതുപോലെ എല്ലാ മെസ്സേജസും നിങ്ങൾ തന്നെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് അയക്കുന്നു, പക്ഷേ അവരിൽ നിന്നും ഒരു റെസ്പോണ്ട് വരുന്നില്ല എന്നുള്ളതും ഒരു സൂചനയാണ്. അതോടൊപ്പം നമ്മുടെ മെസ്സേജിന് അവർ വളരെ ലേറ്റായിട്ടാണ്, ഒത്തിരി വൈകിയാണ് അവർ മറുപടി പറയുന്നതെങ്കിൽ അതും നമ്മൾക്ക് മനസ്സിലാക്കാം ഈ പ്രണയബന്ധം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവാൻ പോവുകയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഓൺലൈനിൽ അവരെപ്പോൾ ഉണ്ടായാലും നമ്മൾ അവർക്ക് മെസ്സേജ് അവർ ഓൺലൈനിൽ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ ആ മെസ്സേജിന് അവർ മറുപടി തരാൻ വൈകുകയും അതോടൊപ്പം ഓൺലൈനിൽ നിന്ന് പെട്ടെന്ന് അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് ഒരു മടുപ്പാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി ചിലവാക്കാതെ നമ്മളത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആകുന്നത് മെസ്സേജസിന് അത് എന്ത് സൂചനയാണ് മെസ്സേജസ് നമ്മൾക്ക് തരാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.